നെയ്യൂർ പ്രവർത്തനം ആരംഭിച്ച മെഡിക്കൽ മിഷന്റെ പ്രവർത്തനങ്ങളുടെ വ്യാപനമായി ഒരു ഡിസ്പെൻസറി ആരംഭിച്ചത് പളുകൽ CSI ഇടവകയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് കഴിഞ്ഞ് ഈ സ്ഥലത്തേക്ക് ആശുപത്രി മാറുകയും ഇന്ന് കാണുന്ന വിധത്തിൽ വളരുകയും ചെയ്തു. പളുകൽ CSI സഭയുടെ 200ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ച പ്രവർത്തനങ്ങളുടെ 175ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംയുക്തമായിട്ട് ഈസ്റ്റർ പ്രോഗ്രാം ക്രമീകരിക്കുകയും ഒരു ദീപശിഖ പ്രയാണം നടത്തുന്നതിനും തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി 1975 മുതൽ മെഡിക്കൽ ഓഫീസർ ഇൻ ചാർജായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ P. സ്റ്റാൻലി ജോൺസ് ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനും ഔപചാരികമായി സംസാരിക്കുന്നതിനും ക്ഷണിക്കുന്നു. അച്ഛൻ, മറ്റു സഭാ ശുശ്രൂഷകർ, സെക്രട്ടറി, മറ്റ് സന്തോഷകരമായ കൊണ്ടുവന്നിരിക്കുന്ന യുവജനങ്ങളെ, മറ്റുകൂടി എല്ലാവർക്കും എൻ്റെ സ്നേഹമൊന്ന് അറിയിച്ചുകൊള്ളുന്നു. ഇതിൻ്റെ ഉദ്ദേശം ദേവദാസ് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞു. അത് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. അത് ഞാൻ നീട്ടുന്നില്ല. 1894 നെയ്യൂർ മിഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടർ ആർതർ ഫെലിക്സ് മിഷണറി ഡോക്ടറായിട്ട് ജോയിൻ ചെയ്തു. ആ സമയത്ത് പകർച്ച വ്യാധികൾ ഇവിടെ ഉണ്ടായി. പ്രത്യേകിച്ചും കാരക്കോണം, പളുകൽ, വെള്ളറട ഈ ഭാഗത്ത് വെള്ളത്തിൻ്റെ ക്ഷാമമുണ്ടായി. കുടിവെള്ളം കിട്ടാതെ ആറ്റിലെ മണലിനെ തോണ്ടി കുഴിയുണ്ടാക്കി അതിൽ കിട്ടുന്ന വെള്ളം കൊണ്ടൊക്കെയാണ് പലരും കഴിഞ്ഞത്. എന്നാലും കോളറ രോഗം പടർന്നു പിടിക്കുകയും ആയിരക്കണക്കിന് ആൾക്കാർ മരണമടയുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ ആർതർ ഫെലിക്സ് ഒരു കാര്യം ചെയ്തു. നമ്മൾ കുറച്ചുകൂടെ എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കിട്ടാതിരിക്കുകയും ചെറിയ ചെറിയ ക്ലിനിക്കുകൾ ഓരോ സ്ഥലത്ത് തുടങ്ങി. അതിൽ ഒരു ക്ലിനിക്ക് കാരക്കോണത്ത് തീരുമാനമായി. കാരക്കോണത്ത് തീരുമാനമായെങ്കിലും ഇവിടെ ഒരു കെട്ടിടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കാതെ ഈ പ്രവർത്തനം പളുകലിലെ ചർച്ചിൻ്റെ പിന്മുറിയിൽ വെച്ചാണ് നടന്നത്. അങ്ങനെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നു. അതേ സമയത്ത് ഇവിടെ കെട്ടിട സൗകര്യം ഉണ്ടാക്കിയിരുന്നു. ഇവിടെ ജനങ്ങളുടെ സഹായത്തോടും വളരെയേറെ ആകാംക്ഷയുടെ പ്രവർത്തിച്ചുകൊണ്ടും ഇവിടെ ചെറിയൊരു കെട്ടിടം ഉണ്ടാക്കി. എന്നാലും 3 വർഷത്തോളം എടുത്തു. ആ കെട്ടിടമാണ് ഈ കാണുന്ന ഓട് മേഞ്ഞ കെട്ടിടം. 1894. അപ്പോൾ ധാരാളം ആൾക്കാർ മരണപ്പെട്ടെങ്കിലും ഡോക്ടർ ആർതർ ഫെലിക്സ് ഈ സെൻ്ററുകളിൽ വരികയും ധാരാളം പ്രവർത്തനം ഇതിൻ്റെ പേരിൽ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം 1905 തിരികെ ലണ്ടനിലോട്ട് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് പല മിഷണറി ഡോക്ടർമാരും വന്നു. അങ്ങനെ പ്രവർത്തിച്ചു വരികയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ സോമർവെൽ 1923 നെയ്യൂർ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അദ്ദേഹം വളരെയേറെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുകയും ആർതർ ഡോക്ടർ ഉണ്ടാക്കിയിരുന്ന സബ്സെൻറ്റേഴ്സ് എല്ലാം ഒന്നുകൂടെ ശക്തിപ്പെടുത്തുകയും പല ഹോസ്പിറ്റലുകൾ പ്രധാനം തുടങ്ങുകയും ചെയ്തു. അതിൽ ഒന്ന് കുണ്ട്ര ഹോസ്പിറ്റലിനെ വിപുലീകരിച്ചു. കരയാന ഹോസ്പിറ്റലിൽ പുതുതായിട്ട് തുടങ്ങി. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. ഇവിടെ 1935 കോളറ രോഗം, മലമ്പനി, പ്ലേഗ് ഇങ്ങനെ മാരകമായിട്ടുള്ള രോഗങ്ങൾ പടർത്തു പിടിക്കുകയും കാരക്കോണം, കുന്നത്തുകാൽ, വെള്ളട, ചെമ്പൂർ ധാരാളം പേര് മരണപ്പെട്ടു. അപ്പോൾ ഡോക്ടർ സോമർവെൽ മെഡിക്കൽ ടീമിനെ അയക്കുകയും അതിന് പുറകെ പ്രവർത്തിക്കുകയും വേണ്ട നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ട് ഡോക്ടർ സോമർവെലും സംഘവും ഓരോ വീടുകളിൽ ചെന്ന് പ്രവർത്തിക്കുകയും മരുന്നുകൾ കൊടുക്കുകയും വസ്ത്രം, ആഹാരം എല്ലാം കൊടുത്തു. എന്ന് കോവിഡ് സമയത്ത് മരണപ്പെട്ടപ്പോൾ പല വേണ്ടപ്പെട്ടവരെ അടക്കം ചെയ്യാൻ പോലും, അത് കാണുന്നതിന് പോലും വീട്ടുകാർക്ക് പോലും ധൈര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെയായിരുന്നു അന്ന്.
അപ്പോൾ മരണപ്പെട്ട ആൾക്കാരെ പലരെ അടക്കം ചെയ്തത് ഡോക്ടർ സോമറിന്റെ ടീം തന്നെയായിരുന്നു. അങ്ങനെ ധാരാളം കാര്യങ്ങൾ കാരക്കോണം കേന്ദ്രമായിട്ട് നടത്താൻ സാധിച്ചു. ഇത് വളർന്ന് നല്ല രീതിയിൽ അവസാനം ഈ പ്രോപ്പർട്ടി കന്യാകുമാരിയുടെ കീഴിലാണെങ്കിലും പ്രോപ്പർട്ടി കേരളത്തിലാണെങ്കിലും ഹോസ്പിറ്റൽ കന്യാകുമാരിയുടെ കീഴിലാണ്. അത് നമ്മുടെ അഭിമന്യ മുൻ തിരുമേനി യേശുദാസ് തിരുമേനിയും കന്യാകുമാരി തിരുമേനി തമ്മിൽ ചർച്ചയുടെ വെളിച്ചത്തിൽ നമ്മുടെ സ്ഥലം, അതായത് പ്രോപ്പർട്ടി ഇരിക്കുന്ന ഹോസ്പിറ്റലും ഈ സ്ഥലമെല്ലാം നമ്മുടേതായിട്ട് തീരുമാനമായി. അങ്ങനെ 1975 ഡോക്ടർ സോമർവെൽ മരണപ്പെട്ടു. ഇപ്പോൾ ഡോക്ടർ സോമർവെൽ മരണപ്പെട്ടപ്പോൾ ഒരു മെമ്മോറിയൽ ഇവിടെ തുടങ്ങേണ്ട ആവശ്യമുണ്ട്. കുണ്ട്രയിൽ ആലോചിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ സർജിക്കൽ ബ്ലോക്ക് തുടങ്ങണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥലം നമ്മുടെയായിട്ട് വരികയും ഇവിടെ തന്നെ തുടങ്ങാമെന്നുള്ള തീരുമാനം എടുക്കുകയും ഇങ്ങനെ ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ CSI മിഷൻ ഹോസ്പിറ്റലായിട്ട് ഇന്നീ കാണുന്ന കെട്ടിടത്തിൽ തന്നെ ആരംഭിക്കാൻ ഇടയായി. അന്ന് യേശുദാസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ മിനിസ്റ്റർ ബേബി ജോൺ എൻ്റെ ഉദ്ഘാടനം ചെയ്യും. അതിൽ ആരംഭ ഡോക്ടറായിട്ട് എന്നെ നിയമിക്കുകയും ചെയ്തു. എൻ്റെ വർഷങ്ങളോളം അവിടെ കഴിഞ്ഞു. ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഡോക്ടർ ബെനറ്റ് ജോയിൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വീണ്ടും ഹോസ്പിറ്റലിൽ ഇമ്പ്രൂവ് ചെയ്യും. ഒരു മെഡിക്കൽ കോളേജായി സ്പെഷ്യാലിറ്റി എല്ലാ രീതിയിലും ഉള്ളതാണ്. ഇന്ന് നമ്മുടെ ആവശ്യം കൊളകളിലാണല്ലോ. നമ്മൾ ഇവിടുത്തെ തീരുമാനം എടുത്തെങ്കിലും ആരംഭം കുറിച്ചത് അവിടെ ഇന്ന് കൊളകൾ ചർച്ചിൻ്റെ 200ാം വാർഷികം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിന്ന് LMS മിഷൻ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് 140 വർഷമാണ്. അപ്പോൾ ഇതിൻ്റെയും എല്ലാം കൂടെ ചേർന്ന് കൊളകൾ ചർച്ചുമായിട്ട് ചേർന്ന് നമ്മൾ സന്തോഷം പങ്കിടുകയാണ്. ഈ സന്തോഷത്തിൽ നമ്മളെല്ലാവരും ഒന്നുചേർന്ന് ഒറ്റക്കെട്ടോടെ പ്രവർത്തിക്കണം. കാരക്കോണം മെഡിക്കലുള്ള പ്രവർത്തനത്തിൻ്റെ ആ പുരോഗമനം വെളിച്ചം വീശുന്ന ഒന്നായിട്ടുള്ള ഈ രംഗം നമ്മൾ കൊളകൾ ചർച്ചിലോട്ട് ദീപം കൊളുത്തി ഇവിടെ നിന്ന് പ്രയാണം നൽകുകയാണ്.
ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ 2023 ഒക്ടോബർ മാസം മുതൽ നമ്മൾ നടത്തിവരുന്നത്. 2024 വർഷത്തെ ഈസ്റ്റർ ദിനത്തിൻ്റെ പ്രത്യേകതയിൽ കാരക്കോളം ആശുപത്രിയുടെ ആരംഭം കുറിച്ച ഒരു സ്ഥലം എന്ന നിലയിലും ഈ ഇടവകയിലൂടെ വളർന്ന് പന്തലിച്ച ഒരു മെഡിക്കൽ കോളേജ് എന്ന സ്ഥാപനം അഭിമാനപൂർവ്വം നിലനിൽക്കുകയും ചെയ്യുന്നു. ദീർഘകാലമായി അതിന് നേതൃത്വം വഹിക്കുകയും ഇന്ന് കാണുന്ന എല്ലാ വികസന വളർച്ചകൾക്കും ചുക്കാൻ പിടിക്കുകയും ചെയ്ത ഡോക്ടർ ജെ ബെനറ്റ് എബ്രഹാം നമ്മളോടൊപ്പമുണ്ട്. ഈ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ഈ ദീപശിഖ പ്രയാണം നമ്മുടെ ഇടവകയിൽ ഈ കോമ്പൗണ്ടിൽ ഇപ്പോൾ അവസാനിക്കുകയാണ്. ഈ ദീപശിഖ സഭാ സെക്രട്ടറി കൈമ സ്വീകരിച്ച് ഡോക്ടർ ജെ ബെനറ്റ് എബ്രഹാം അവരുടെ ഏൽപ്പിക്കുകയും അത് ഈ സ്ഥലത്ത് ലൈറ്റ് ചെയ്യുന്നതിനായിട്ട് സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു.